ഇവിടെ ഗോവയിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് കേട്ടോ. നാടോ ഗ്രേ ഒക്കെ അടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് 3 ടൈപ്പ് പ്രൈമർ വരുന്നുണ്ട്. ഒന്ന് നോർമൽ സർഫേസർ, മറ്റൊന്ന് 1K. ഇത് ഫ്രണ്ട് തട്ടിയ വണ്ടിയായിരുന്നു. അതിന് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്ന ഗാരേജിലെ വിശേഷങ്ങളായിട്ടാണ്. കുറച്ച് ദിവസമായി ഗാരേജിലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതേ ഒരു സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വണ്ടി, ഇത് നമ്മുടെ മിസ്റ്റീരിയറ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് 15 വരുന്ന കളറില്ലേ, ആ ഒരു കളറുണ്ടോ നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മെറ്റാലിക് ഷെയ്ഡ് മനസ്സിലാവുള്ളൂ. ഇരിക്കാൻ പോളിഷിങ് ഒന്നും ചെയ്തിട്ടില്ല, അടിച്ചത് ഇന്നലെ അടിച്ചതേ പുറത്തിറക്കി ഇട്ടിട്ടുള്ളൂ. നമ്മൾക്ക് ഇനിയിപ്പോൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ബാബയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്നത് പ്രൊജക്ടർ ഹെഡ്, LED ടൈല്, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ഗ്രേ വണ്ടി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നാണ് ഒരു വണ്ടിയാണ്. ഇത് 2011 മോഡൽ ടൈപ്പ് 2 മോഡൽ ഇന്നോവയായിരുന്നു. ഇതിൻ്റെ ഫുൾ പെയിൻറ്റിങ് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ട്. അത് കസ്റ്റമർ പറഞ്ഞത് നിനക്ക് എന്താണ് ഇഷ്ടമായിട്ട് തോന്നണം അതൊക്കെ ചെയ്തോളാനാണ് പറഞ്ഞത്. അത്രയ്ക്കും ആക്റ്റീവായിട്ടുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ ഗ്രേ കളർ വണ്ടിയായിരുന്നു. വേറെ കംപ്ലയിൻറ്റ് മേജർ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അടിക്കണ പരിപാടിയിലാണ് വിവേക്. പിന്നെ നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ അകത്തൊരു എത്തിയോസ്, ഈ ടവേറ എല്ലാവരും ചോദിക്കുക എന്താ വണ്ടി പോകാണ്ട് നിൽക്കണേന്ന്. എൻ്റെ സീറ്റിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സീറ്റ് വർക്ക് പോയി കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ സീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഫ്രണ്ട് ഗ്ലാസ് അയച്ച് സെറ്റ് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നില്ല, നോർമലായിട്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഡെലിവറി ആവും കേട്ടോ. ബൂത്തിലേക്ക് പോകണമെങ്കിൽ ബൂത്തിൽ നമ്മളുടെ ഒരു എത്തിയോസ് ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടി കൺവെർഷനും അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ്ങിനും വേണ്ടിയിട്ട് വന്നതാണ് ഒരു വണ്ടിയാണ്. സീറ്റ് വർക്കും കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഡാഷ്ബോർഡും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക്. കാരണം ഏകദേശം നല്ല രീതിയിലുള്ള ഡെൻറ്റിങ് വർക്കുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. വണ്ടിയുടെ അവസ്ഥ നോക്കണമെങ്കിൽ സൈഡ് പാനലുകളെല്ലാം പ്രോപ്പർ ഷേപ്പിംഗ് ആയിരുന്നില്ല. ബോണറ്റ് നല്ല രീതിയിൽ പുട്ടി കയറിയ കാരണം ബോണറ്റ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഫെൻഡർ നമ്മൾ പുതിയത് റീപ്ലേസ് ചെയ്തു. കാരണം ഷേപ്പ് ഔട്ടും ആയിരുന്നു, അതേപോലെ തന്നെ നല്ല രീതിയിൽ പുട്ടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ ഒരു ഫെൻഡറും നമ്മൾ റീപ്ലേസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി പ്രോപ്പർ ഷേപ്പിങ്ങും അതേപോലെ തന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മളുടെ ബൂത്തിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ പ്ലാറ്റിനം മോഡലിലേക്ക് കൺവെർഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്രണ്ട് വശം നോക്കണമെങ്കിൽ ഇതിൻ്റെ കണ്ടൻസറിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയ നിലയിലൊക്കെ ആയിരുന്നു. അതെല്ലാം പ്രോപ്പർ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ വണ്ടിയുടെ പ്രൈമർ അടിക്കാൻ വേണ്ടി നമ്മൾ അടിക്കാൻ പോകുന്നത് 2K ക്യാപ്സിലെ 2K ക്വാളിറ്റിയിലുള്ള പ്രൈമറാണ് നമ്മൾ അടിക്കുന്നത്. ഞാൻ പ്രൈമർ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ 3 ടൈപ്പ് പ്രൈമർ വരുന്നുണ്ട്. ഒന്ന് 1K, ഒന്ന് നോർമൽ സർഫേസർ, മറ്റൊന്ന് 1K പ്രൈമർ, മറ്റൊന്ന് 2K പ്രൈമർ. നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിക്കുന്നത് 2K പ്രൈമറാണ് ക്യാപ്സിയുടെ. 2K പ്രൈമർ അടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജസ്റ്റ് എടുക്കാനും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടിയുടെ കണ്ട ബോഡി ഷേപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ബോഡി ഫില്ലർ അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്താണ്. എന്തായാലും നമ്മൾക്കൊരു നല്ലൊരു ഔട്ടർ കോട്ട് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2K പ്രൈമർ അപ്ലൈ ചെയ്യണത്. അതെല്ലാ വാഹനങ്ങൾക്ക് 2K പ്രൈമർ അപ്ലൈ ചെയ്യണമെന്നില്ല. പുട്ടി ഒരുപാട് കയറിയിട്ടൊന്നും ഇല്ലെങ്കിൽ നോർമൽ സർഫേസർ അടിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ കംപ്ലയിൻ്റ് ഉള്ള കാരണമാണ് നമ്മൾ 2K പ്രൈമർ അപ്ലൈ ചെയ്യണത്. വണ്ടി ബ്ലൂ കളറാണ്. നമ്മൾ അടിക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഫുൾ മാസ്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൈമർ അടിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളുടെ വണ്ടി പ്രൈമർ കോട്ട് കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ നമ്മൾക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈമർ കോട്ടിൽ തന്നെ എടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഈ ലൈനും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഷേപ്പ് ചെയ്യണം. അതേപോലെ തന്നെ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇനി ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വണ്ടി ഇടണം. അതിനുശേഷം ഇതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കും. അതിനുശേഷമാണ് അണ്ടർ കോട്ട് കാര്യങ്ങൾ വരാം. അതിനുശേഷമാണ് പെയിൻറ്റ് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു
കാപ്സി പ്രൈമർ അടിച്ച് വണ്ടി ഈ ഒരു റേഞ്ചായി നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് നമ്മുടെ CarJJ വേർഷൻ 2 കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ നമ്മുടെ കാർ ഗ്യാരേജ് വേർഷൻ 2 എത്തിയിട്ടുണ്ട്. ഇവിടെ ഗോവയിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് കേട്ടോ. നാഡോഗ്രയൊക്കെ അടിച്ചിട്ട് കംപ്ലീറ്റ് ആയോന്ന് വെച്ചാൽ കുറച്ച് വർക്ക്, ഇപ്പോൾ സീറ്റിൻ്റെ വർക്ക് സെറ്റ് ചെയ്യാനുണ്ട്, സീറ്റകത്ത് ഫിറ്റിങ് ചെയ്യാനുണ്ട്, സീറ്റ് കാര്യങ്ങളും സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, റബ്ബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നോർമൽ ഹെഡ്ലൈറ്റിൽ ഒരു നോർമൽ ഹെഡ്ലൈറ്റിന് നാഡോഗ്ര ചെയ്തിട്ടില്ല എന്നാണല്ലേ? ചെയ്തിട്ടുണ്ടോ? കുറേ നാൾ മുമ്പ് ഒരു വണ്ടി അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കണ്ടല്ലോ. നോർമൽ ഹെഡ്ലൈറ്റിന് നാഡോഗ്ര, ഇതിൽ പിയാനോ ഫിനിഷിങ് കൊടുത്തു, അടിവശത്ത് ഈ ഒരു ഭാഗത്ത് പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ട് ഈ ഒരു റേഞ്ചായി നിൽക്കുന്ന വണ്ടി. ഹാൻഡിലും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ വേറൊരെണ്ണം എന്തായാലും എടുക്കുന്നുണ്ട്. കാരണം വണ്ടി വന്നപ്പോൾ ഈ ഒരു കണ്ടീഷനായിരുന്നു, ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറ്റി ഈ ഒരു കണ്ടീഷൻ തുടങ്ങി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ നമ്മുടെ മറ്റൊരു ഇന്നോവ ഇവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്ക് ഡിക്കി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പുറത്തേക്ക് വരണമെങ്കിൽ ഇവിടെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗൂർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് ബ്ലൂ കളറൊക്കെ സ്കൈ ബ്ലൂ ടൈപ്പ് ഒരു കളറൊക്കെ അടിക്കണത്, ഡിഫൻഡർ ടൈപ്പ്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അതേപോലെ ഇവിടെ ഒരു എത്തിയോസ് ലീവ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് തട്ടിയ വണ്ടിയല്ലടാ, ഇത് ഫ്രണ്ട് ഇടിച്ച വണ്ടിയായിരുന്നു, ഇത് ഫ്രണ്ട് തട്ടിയ വണ്ടിയായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ വലിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നു കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ വലിച്ച് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഈ ഫ്രണ്ട് വശത്ത് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അത് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആക്സിഡൻറ്റ് വണ്ടികൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുന്നതൊക്കെ. പക്ഷേ നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ടൈപ്പ് 4 കൺവേർഷൻ ഉണ്ട്, ഇതിന് കൺവേർഷൻ കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കാണാം. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളുടെയും വീഡിയോ സിംഗിളായിട്ട് എന്തായാലും എടുത്തിട്ടുണ്ട്, കുറേ വണ്ടികളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടവേറയുടെയൊക്കെ വീഡിയോ പെൻഡിങ് കണക്ക് അതൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.